നമസ്കാരം, വെരി ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തിരുവനന്തപുരത്തേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കൊച്ചിയിൽ ARVR XR ന്യൂസ് സ്റ്റുഡിയോയിലല്ല, തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് വരാനുള്ള കാരണം തിരുവനന്തപുരത്താണ് പൂരം നടക്കുന്നത്. ആ പൂരം നടക്കുമ്പോൾ പൂരനഗരിയിലേക്ക് വരാതെ പിന്നെ നമ്മൾ എവിടെ പോകാനാണ്? ഇന്ന് ജനുവരി 4 1200 ആണ്ട് ധനുമാസം 20-ാം തീയതി കലോത്സവം വൈബാക്കാനായിട്ടാണ് നമ്മൾ തിരുവനന്തപുരത്തേക്ക് വന്നിരിക്കുന്നത്. തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്ത് ഇവിടെ അതാ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. അത് ഏകദേശം പൂർത്തിയായി വരികയാണ് ഉദ്ഘാടനത്തിനായി. ബാക്കി എല്ലാ ഒരുക്കവും എല്ലാം സെറ്റാണ്. അപ്പോൾ ഈ കലോത്സവം കളറാക്കാനായി എനിക്കൊപ്പമുള്ള നമ്മുടെ ടീമിനെ കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. വമ്പൻ ടീമുമായി റിപ്പോർട്ട് പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. ഈ കലോത്സവം കളറാക്കാൻ TV പ്രസാദ്, തിരുവനന്തപുരത്ത് നിന്ന് TV പ്രസാദ്. ഗുഡ് മോർണിംഗ് സുജയ. ഗുഡ് മോർണിംഗ്. വലിയ മുന്നൊരുക്കാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇത്രയും മുന്നൊരുക്കം കലോത്സവത്തിന്റെ സംഘാടക സമിതി പോലെ നടത്തിയിട്ടുണ്ടാവില്ല. നമുക്ക് ഓരോരാളെയും കണ്ടിട്ട് അതിലേക്ക് പോവാം അല്ലേ? പിന്നല്ല, അടുത്തയാളെ വിളിക്കാം. നമ്പർ 2 റോഷിപാൽ. അടുത്തത് തിരുവനന്തപുരത്തിന്റെ സംഘത്തിന്റെ പെൺകരുത്ത് സുനിഷ യെല്ലൂർ. സുനിഷ സെറ്റല്ലേ? എല്ലാം സെറ്റാണ്. സുനിഷ ഇന്നലെ ഉറങ്ങിയിട്ട് പോലും ഇല്ല, അറിയാമോ? അപ്പോൾ ആ രീതിയിലുള്ള സെറ്റാക്കലാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അടുത്തതായി വരുന്നു നമ്മുടെ അടുത്ത കലാപ്രതിഭ അരുൺ സോളമൻ. അരുൺ, എങ്ങനെയുണ്ട്? ഇങ്ങനെ ഒരു കലോത്സവം പ്രതീക്ഷിച്ചോ? ഒരിക്കലുമില്ല. അതാ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ നമ്മള്. ഇനി അടുത്തതായിട്ട് നമ്മുടെ തിരുവനന്തപുരത്തിന്റെ അടുത്ത പുലിക്കുട്ടി അഷിൻ ഡിയാഗോ. പേര് പോലെ തന്നെ, അതെ, പേര് പോലെ ആളും പൊളിയാണ്. അഷിൻ ഡിയാഗോ, അതായത് നമ്മുടെ ജെൻസെഡിന്റെ ഒരാൾ വേണമല്ലോ. നീയൊക്കെ പഴയ ജനറേഷൻ അല്ലേ? ആദിൽ പാലോട്. നമ്മൾ ഡൽഹിയിൽ നിന്ന് ഇറക്കിയിരിക്കുന്നു ആദിൽ പാലോട്. ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് തലസ്ഥാനം കീഴടക്കാൻ ആദിൽ പാലോട് എത്തിയിരിക്കണം. ആദിൽ, ഡൽഹിയിൽ നിന്ന് വിളിപ്പിച്ച് ഇങ്ങനെ ഒരു അസൈൻമെന്റ് പ്രതീക്ഷിച്ചു? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആദ്യത്തെ അസൈൻമെന്റ് തന്നെ ഇങ്ങനെ ആവുന്നതിൽ വലിയ സന്തോഷം. സ്വന്തം നാട്ടിൽ കലോത്സവമാണ്. കലോത്സവം നമ്മൾ അത്ര ഇഷ്ടപ്പെടുന്നുണ്ട്. അതിന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, കലോത്സവത്തിൽ ആദിൽ പങ്കെടുത്ത ഇനം ആദിൽ അവതരിപ്പിക്കും, സുനിഷ അവതരിപ്പിക്കും, അരുൺ സോളമൻ അവതരിപ്പിക്കും, അഷിൻ ഡിയാഗോ അവതരിപ്പിക്കും, റോഷിപാൽ അവതരിപ്പിക്കും, TV പ്രസാദ് അവതരിപ്പിക്കും. എല്ലാ കലോത്സവത്തിനും പഴയിടം പോലെ എല്ലാ കലോത്സവത്തിനോട് എനിക്ക് തോന്നുന്നു കലോത്സവം തുടങ്ങിയ കാലം തൊട്ട് ഇദ്ദേഹത്തെ കാണാറുണ്ടല്ലേ കലോത്സവ നഗരി? പ്രതിഭയാണല്ലോ നമ്മുടെ. അതെ, പ്രതിഭാസമാണ്. അപ്പൊ ആ പ്രതിഭാസത്തെ വിളിക്കാം. VS രഞ്ജിത്ത്. നമ്മള് പ്രതിഭാസമാണ് എന്നൊക്കെ പറഞ്ഞ ഒരു ബിൽഡപ്പ് ഇടാൻ വേണ്ടി ഒരിക്കലും വിളിക്കാൻ പാടില്ല. പെൺപുലി കൊച്ചിയിൽ നിന്ന് ഈ കലോത്സവം കളറാക്കാൻ വേണ്ടി നേരത്തെ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും ഞാൻ ആ ഒരു ആളുടെ പേര് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് അറിയാം അല്ലേ? പൊളിറ്റിക്കലി കറക്റ്റ് ആണോ കലോത്സവം എന്ന് നോക്കാനായിട്ട് നമ്മൾ ഒരാളെ ഇറക്കിയിട്ടുണ്ട്. രോഷ്നി രാജൻ. കുപ്പായൊക്കെ കണ്ടോ സുജയ? അതാണ്, കണ്ടോ? ഇതാണ് നമ്മുടെ കലോത്സവം. തീരുമാനിച്ചാൽ നമ്മൾ 5 ദിവസം ഇവിടുന്ന് എടുത്തേ നമ്മൾ തിരിച്ചു പോകുന്നുള്ളൂ. കോഴിക്കോട് അലുവപ്പിടിയെ പോലെ പോയിരുന്നു. കൊച്ചിയിൽ നിന്ന് നമ്മൾ ഇറക്കുന്ന നമ്മുടെ സൂപ്പർ താരം അലി അക്ബർ ഷാ. അലി അക്ബർ ഷാ ഇന്നലെ രാത്രി ഇങ്ങോട്ടേക്ക് പുറപ്പെടല്ലേ? ഇന്നലെ ഡിന്നർ കൊച്ചിയില്, ഇന്ന് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് തിരുവനന്തപുരത്ത്. അതെ, നേരം പുലരുമ്പോഴാണ് എത്തിയത്. അപ്പൊ ഇതാണ് നമ്മുടെ പിള്ളേരുടെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വൈബോട് കൂടിയാണ്. ഇനി ആരാ? അഞ്ജലി ശ്രീജിതാരാജ്. സുനിഷ അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ 6 അതെ, 6 കൊച്ചിയിൽ പൊളിക്കാൻ 4 ഭാഗത്ത് ആൾക്കാരെ നോക്കി കലോത്സവത്തിന് വേണ്ടി ഇറക്കിയ ഒരാളുണ്ട്. കലോത്സവം സ്പെഷ്യലിസ്റ്റ്. അതായത് കലോത്സവത്തിന് വേണ്ടി റിക്രൂട്ട്മെന്റ് നടത്തിയിട്ടുള്ള ഒരേ ഒരു ന്യൂസ് ചാനലാണ് റിപ്പോർട്ടർ. കലോത്സവം സ്പെഷ്യലിസ്റ്റ് അല്ല, കലോത്സവം സ്പെഷ്യലിസ്റ്റ് ആണ്. കലോത്സവം കളറാക്കാൻ ഈ ഒരാൾ വന്നാ പിന്നെ വേറെ ആരും വേണ്ട. പ്രസാദൊക്കെ ഇനി അങ്ങോട്ട് കുറച്ച് ഭയപ്പെടേണ്ടി വരും ഈ ആള് വരുമ്പോ. അപ്പൊ നമുക്ക് വിളിക്കാം റഹീസ്. റഹീസ് ഇന്ന് മുതൽ നമ്മുടെ ടീമിനൊപ്പം ഉണ്ട്. അപ്പൊ പ്രേക്ഷകരെ, ഇന്ന് മുതൽ റിപ്പോർട്ടർ റഹീസാണ്. ഞാൻ ഈ UP സ്കൂളിൽ നിന്ന് ഹൈസ്കൂളിലേക്ക് പോയൊരു ഫീൽഡിലാണ്. കുറേ ആളുകളെ അറിയാൻ മേലാത്ത കുറച്ച് ആളുകളുണ്ട്. പെട്ടെന്ന് ഒരു വലിയ ടീമിന്റെ ഭാഗമാകുന്നു. വന്നപ്പം ഒരു ഉത്സവ അന്തരീക്ഷം. ഇതാണ് നമ്മുടെ ഒരു ടീം, എപ്പോഴും ഉത്സവമാണ്. ഭയങ്കര ഇനി കാണാൻ കിടക്കുന്ന ഉത്സവങ്ങൾ അതിപ്പോ പറയാനുണ്ടല്ലോ. ഞെട്ടിയോ? ഉറപ്പായിട്ടും. അപ്പൊ പതുക്കെ പാട്ടൊക്കെ വരുന്നുണ്ട്. നേരം പുലരുന്നതേ ഉള്ളൂ. സമയം 6:38 ആയേ ഉള്ളൂ. പക്ഷെ നമ്മൾ റെഡിയാണ്. ഒരു വിളംബര യാത്രയായി കലാനഗരിയിലേക്ക് പോയാലോ? പ്രസാദ്, ചായ വേണം. നമുക്കൊരു ചായ കുടിക്കണം. അതോടൊപ്പം തന്നെ വാർത്തകളും പറഞ്ഞില്ലെങ്കിൽ ക്രിസ്റ്റി നമ്മളെ പ്രശ്നമാക്കും.
അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ടീമിനെ പരിചയപ്പെട്ട് കഴിഞ്ഞല്ലോ. ഇനി അങ്ങോട്ട് കോഫി വിത്ത് സുജയിൽ നമുക്കൊപ്പം നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റുകളുമുണ്ട്. ആ വീഡിയോ ജേർണലിസ്റ്റുകളെ കൂടി നമുക്ക് ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടുത്താം. നമുക്കൊപ്പം എനിക്കൊപ്പം ഇപ്പോൾ ക്യാമറ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് എന്നെയും രഞ്ജിത്തിനെയും ഒക്കെ ഈ ഫ്രെയിമിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആരാ? നമ്മുടെ റിനു ശ്രീധർ നമ്മൾ പരിചയപ്പെടുത്തിയില്ല. റിനു ശ്രീധർ, അതുപോലെ തന്നെ ദിലീപ് ദേവസ്യ, ഇവരൊക്കെ ഉണ്ട്. ആമിനയുണ്ട്, പ്രസാദേ, ദിലീപ് ഒക്കെ നമ്മുടെ അധോലോകത്തിലാണ്. ദിലീപ് അധോലോകത്തിലേക്ക് പോകാം. റിനു ദിലീപിനെയും റിനുവിനെയും ഒക്കെ വിളിക്കാൻ പോയിരിക്കുകയാണ്. അവരെ നമ്മൾ ഒരു സർപ്രൈസ് തയ്യാറാക്കാൻ നമ്മൾ കഴിഞ്ഞില്ല. ഇത് അടുത്ത ആള് റിനു ശ്രീധർ. ഇതാ നമ്മുടെ അടുത്ത ആള്. അതായത് നമ്മുടെ കലോത്സവത്തിന്റെ ഒരു കോർഡിനേറ്റർ രഞ്ജിത്ത് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കലാപ്രകടനങ്ങളുടെ കോർഡിനേറ്റർ അല്ലെ ദിലീപ് ദേവസ്യ. ദിലീപ് ദേവസ്യക്ക് ഒരു പാർട്ണർ ഉണ്ട്, ഡാൻസിംഗ് പാർട്ണർ എന്നൊക്കെ പറയുന്ന പോലെ. ആ പാർട്ണറെ കൂടെ നമുക്ക് വിളിച്ചാലോ? ഇവരൊക്കെ ഒളിച്ചിരിക്കുന്നു അല്ലേ? അതെ അതെ, ആമിനയ്ക്ക് ഒരു പണി ഗ്രാൻഡ് എൻട്രിക്ക് പ്ലാൻ ചെയ്ത് നിൽക്കായിരുന്നു. സർപ്രൈസാ, തിരുവനന്തപുരത്തിന് സർപ്രൈസ്. എന്നാ പിന്നെ അങ്ങോട്ട് വെക്കോ. അപ്പൊ സർപ്രൈസിനായിട്ട് നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. അതെ, നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റുകളെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്താം. ബെഞ്ചിത് പി ഗോപാൽ, നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ പരസ്പരം കാണിച്ചു കൊടുത്താലോ? അതെ, പരസ്പരം കാണിച്ചു കൊടുക്കാം. ഇത് വിനീഷ് ഒളവണ്ണ. ഇതാ കാണിച്ചു കൊടുക്കും. ഇങ്ങോട്ട് തിരിക്കൂ. ആ, തിരിച്ച് അമ്പാടിനെ കാണിച്ചു കൊടുക്കും. മിജേഷ് അമ്പാടിനെ കാണിച്ചു കൊടുക്കും. ഇങ്ങോട്ട്. ഓക്കെ. അപ്പൊ മിജേഷ് അമ്പാടി, വിനേഷ് ഒളവണ്ണ, അവരെ രണ്ടുപേരും കാണിച്ചു. അങ്ങോട്ട് പോവാം. ഇവിടെ നമ്മുടെ ടീം എല്ലാവരും റെഡിയായി നിൽക്കുകയാണ്. ബെഞ്ചിത്തെ ക്യാമറയുടെ മുന്നിലേക്ക്. ബെഞ്ചിത്ത് എപ്പോഴും നാണക്കാരനാ. അതായത് ചാത്തമംഗലത്തുള്ളവരൊക്കെ പറയും ക്യാമറയുടെ മുന്നിലേക്ക് ഒന്ന് വരൂ ബെഞ്ചിത്തെ എന്ന്. പക്ഷെ ബെഞ്ചിത്ത് വരില്ല. ബെഞ്ചിത്ത് പ്ലീസ് കം. ബെഞ്ചിത്ത് വീണ്ടും മറഞ്ഞു നിൽക്കുകയാണ്. ബെഞ്ചിത്തിനെ ഒന്ന് കാണിച്ചേ. ഇതാണ് ബെഞ്ചിത് പി ഗോപാൽ. അപ്പോൾ ബെഞ്ചിത്തിന്റെ കല്യാണം ഈ കലോത്സവത്തോടെ നടത്തണമെന്നുള്ള ഒരു പ്ലാൻ കൂടി നമുക്കുണ്ട്. നമ്മുടെ ബാക്കി വീഡിയോ, അതുകൊണ്ടാണ് ബെഞ്ചിത്തിന് ഈ നാണമൊക്കെ. നമുക്കപ്പോൾ ബാക്കി നമ്മുടെ ടീമിനെ കൂടെ പരിചയപ്പെടുത്താം. പ്രസാദ്, ബാക്കി നമ്മുടെ ടീം ഒരാളായിട്ട് വരൂ. ബാക്കി നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റുകളെല്ലാം തിരക്കിലാണ്. നമ്മുടെ ടീമിന്റെ പേരെന്ന് പറയാം. അനന്തപുരം. മനീഷ്. അനന്തപുരം, അതാണ് അനന്തപുരമാണ്. രോഷിനി, ഇനി എങ്ങനെയാണ്? നമുക്ക് അക്ഷരാർത്ഥത്തിൽ പൂരമാണല്ലോ. ഈ തലസ്ഥാന നഗരിയെ ഇളക്കി മറിക്കുന്ന ഒരു പൂരം. തിരുവനന്തപുരത്തിന് പൂരമുണ്ടോ? നമ്മളൊരു പൂരം അങ്ങ് ഉണ്ടാക്കും. പൂരമാക്കി മാറ്റും. ഇത് പൂരാണ്. അനന്തപുരാണ്. പൂരം എന്ന് പറഞ്ഞാല് എന്തൊക്കെ വേണം? ആന വേണം, ചെണ്ടമേള വേണം. ഇലഞ്ഞിത്തറ മേളം ഉണ്ടോ പ്രസാദം എടുക്കാനുണ്ട്? ഉണ്ടോ? ചായ കുടിച്ചിട്ട് ഒരു ഇലഞ്ഞിത്തറ മേളം ആയാലോ? പ്രസാദായിട്ട് നിൽക്കുന്ന ഒരു മൂഡ് ഏതറിയോ? മയിലാട്ടം വേണോ സുജിയ? ഉണ്ട്. ചെണ്ടമേളം വേണോ സുജിയ? ഉണ്ട്. എന്തൊക്കെ വേണം പറഞ്ഞാ മതി. അതാണ്, അതായത് കുട്ടികളുടെ ഒരു മാമാങ്കം അപ്പുറത്തോട്ട് നടക്കുമ്പോ സുജേജി നമ്മളെല്ലാരും ഈ ടീം മൊത്തം വേറൊരു മാമാങ്കം ഇവിടെ അങ്ങ് സൃഷ്ടിക്കുന്നു. അതായത് ഞങ്ങൾ ഒരു കലോത്സവം ഇവിടെ അങ്ങ് സൃഷ്ടിക്കുകയാണ്. നമ്മുടെ കലാപ്രതിഭകളെ മുഴുവൻ പ്രേക്ഷകർ കണ്ടല്ലോ. ഇത് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന ഗ്യാരണ്ടിയാണ്. മറ്റൊരിടത്തും ഇല്ലാത്തത്ര വൈബ് ഇവിടെ ഉണ്ടാവും. ഓക്കെ, റോഷിപാൽ നമ്മുടെ കുറച്ച് സീരിയസ് ആയിട്ട് അതാ ചെണ്ടമേള തുടങ്ങി. ചെണ്ടമേളത്തിലേക്ക് നമുക്ക് എത്തണം. അതിനു മുൻപ് നമുക്ക് പത്രത്തിലെ വാർത്തകൾ കൂടി ഒന്ന് പോകണം. റോഷി, കലോത്സവം എങ്ങനെയാണ്? പത്രം കണ്ടില്ലേ? ആനന്ദപുരം മലയാള മനോരമയാണ്. ഏതാണ്ട് എല്ലാ പത്രങ്ങളും ഇന്ന് പ്രധാന പേജിൽ ഇത് തന്നെയാണ്. കലോത്സവത്തിന്റെ സ്പെഷ്യൽ പേജ് ആണല്ലേ? പിന്നെ കലോത്സവത്തിന്റെ വൈബോടെയാണ് ഇന്ന് എല്ലാ മലയാള ഒരുങ്ങി അഴകാന പട്ടണം. മനോഹരമായ ഡിസൈനിങ് അല്ലേ? അതെ. മനോരമയിൽ കണ്ടപ്പോഴേ കലോത്സവത്തിന് ഡബിൾ ബെൽ, അതായത് KSRTC ഡബിൾ ഡെക്കർ ബസ്സിൽ അവർ പോകുന്നുണ്ട്. പ്രസാദ്, ഈ ബസ് ഒന്ന് കിട്ടുമോ? എല്ലാം റെഡിയാണെന്ന് പറഞ്ഞാൽ എല്ലാം റെഡിയാണ്. മാടമ്പള്ളിയിൽ യഥാർത്ഥ ചിത്തരോഗി വേറൊരാളാണ് ബസ്സിന്റെ കാര്യത്തിന്. നമ്മുടെ അടുത്തുണ്ട്. ഇതാണോ? എടാ ഭയങ്കര. ഞാൻ ഈ ബസ്സിന്റെ പടം കണ്ടിട്ട് ഇതുപോലെ ഒരു ബസ്സിൽ കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചു. കാരണം തിരുവനന്തപുരത്ത് വന്നിട്ട് രഞ്ജിത്ത് ഇങ്ങനെ ഒരു ബസ്സിൽ കയറി എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെ ബസ് കയറി പൊളിക്കും നമ്മള്. അന്ന് പ്രേക്ഷകരെ കാണിച്ചു കൊടുത്തേ. ഇത് കണ്ടോ, മനോരമ പത്രം ഇങ്ങനെ ആൾക്കാരും പിന്നെ അഞ്ജലി ബസ്സിൽ കയറ്റാന്നൊക്കെ പറയുന്നു. സുനിഷ, ബസ്സിലെ മേളില് മൂടിയൊന്നുമില്ല. ഉറപ്പടെ ഏത് ബസ് വേണമെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് വന്ന സ്ഥിതിക്ക് ഞങ്ങൾ എല്ലാം സെറ്റ് ആക്കാം. രോഷിനി, ബസ്സിലാണ് ബസ്സിൽ നമ്മൾ കലാകാരന്മാരെ കൂട്ടുന്നു. ഒരുപാട് കാഴ്ചകൾ ഉണ്ടാവും ആ ബസ്സിലായിരിക്കും നമ്മൾ തകർക്കാൻ പോകും. ഓക്കെ, അപ്പൊ മനോരമയുടെ ഫ്രണ്ട് പേജിലെ ബസ്സിന്റെ പടം നമ്മൾ കണ്ടു. മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ എന്താ ഉള്ള രോഷിനി?
മാതൃഭൂമി പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. ഇരട്ടക്കൊലയ്ക്ക് ഇരട്ട ജീവപര്യന്തമാണ് അവർ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മുടെ കപ്പിന്റെ ഒരു മനോഹര ചിത്രം വെച്ചുകൊണ്ട് കാവ്യാത്മകമായിട്ട് KR പ്രഹ്ലാദൻ എന്ന് പറഞ്ഞ ജേർണലിസ്റ്റ് എഴുതിയിട്ടുള്ള ഒരു ഇൻട്രോയോട് കൂടിയാണ് മാതൃഭൂമി തുടങ്ങുന്നത്. അത് തുറമുഖം അണിഞ്ഞു കലക്കപ്പൽ എന്നാണ്. അപ്പൊ കലക്കപ്പലിനേക്കാൾ കലക്കും നമ്മൾ. അതെ, കലക്കും. നമ്മുടെ